അപ്പം നമ്മൾ നേരെ മറ്റേ ഏത് സ്ഥലമാണ് മുകളിൽ അങ്ങ് ടോപ്പിൽ ഏതേലും സ്ഥലം നമ്മൾ ഇറങ്ങി വന്നത് ഇന്നലെ മണാലിന്നാ നമ്മൾ ഇന്നലെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിന് ദർശ അപ്പോൾ നമ്മൾ ദർശയിൽ നിന്ന് നേരെ മണാലിയും തൊട്ട് നേരെ ഇറങ്ങി വന്ന് പഞ്ചാബിൽ എത്തിനേനെ. പഞ്ചാബിലെത്തി അവിടെ ഒരു റൂം എടുത്തു. അവിടുന്ന് ഇപ്പോൾ രാവിലെ പഞ്ചാബിൽ ആ ടൗണിൽ നിന്ന് നേരെ പോക്കാന്ന് ഡൽഹിയിലേക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് 242 കിലോമീറ്ററുണ്ട് ഡൽഹിയിലേക്ക് വിടലാണ്. എന്തായാലും എവിടെയെങ്കിലും അടുത്ത സൈഡിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം. ഭയങ്കര ചൂടാന്നിട്ട് ഇവിടെ ഭയങ്കര ചൂടില്ല, ഒരു ഗൾഫിലെല്ലാം ഉള്ള പോലത്തെ ഹ്യൂമിഡിറ്റി അതാണ് ഇവിടെ ഉള്ളത്. ഇതാ കാറ്റും അങ്ങനത്തെ തന്നെ ഒരുമാതിരി കാറ്റ്. എന്താണ് നമ്മളെ ഇന്ത്യയിൽ നമ്മളെ ഭാഗത്തെല്ലാം നല്ല മഴ പെയ്യുന്നത്, ഇവിടെ മഴയുമില്ല ഒന്നുമില്ല പോലും. ഇനിയിപ്പോൾ ഡൽഹിയിലെത്തിയാൽ മഴ കിട്ടുമോയെന്നറിയില്ല. ഡൽഹിയിൽ മഴേൻ്റെ സാധ്യത കാണിക്കുന്നത് 50-50 ആണ്. മഴ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും, പക്ഷെ മഴ കിട്ടുമ്പോൾ വിചാരിക്കും മഴ വേണ്ടാന്ന്. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ലൊരു ഫുഡുള്ള കട നോക്കിയിട്ട് ഫുഡ് കഴിക്കണം. ഡൽഹിയിലേക്ക് ഇന്ന് എത്തും നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മൾ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കടന്നു. ഹരിയാന ടൗണല്ല, പഞ്ചാബിൻ്റെ ബോർഡർ കഴിഞ്ഞപാടുള്ളൊരു ഭാഗമായത്. ഇതാണ് മെയിൻ ഡൽഹിയിലേക്ക് പോകുന്ന റൂട്ട് പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. ഭയങ്കര ട്രാഫിക്കാണ് റൂട്ട്. അപ്പോൾ നമ്മൾ ഹരിയാനയിലെ അംബാല ടൗണിലാണ് ഉള്ളത്. ടൗണ് അങ്ങോട്ടാണ്, ഇത് ബൈപ്പാസാണ്. ഡൽഹിയിലേക്കുള്ള ടൗണ് ആ ഭാഗത്താണ്, വലിയ ടൗണാണ് അംബാല. ഡൽഹിയിലേക്ക് 100 കിലോമീറ്റർ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ചൂട്. ആ കുന്ന് കണ്ട, ആ കുന്ന് മലയൊന്നല്ല കേട്ടാ, ഡൽഹിയിലെ വേസ്റ്റാ. അത് ഡൽഹിയിലെ വേസ്റ്റ്. ഓ നാർന്ന് നോക്ക്, വലിയ മല പോലത്തെ കുന്ന് നോക്കിയാ ഫുള്ള് വേസ്റ്റാ. അത് ഇതാ കൊണ്ടുവന്നിടുന്നോ വണ്ടി. ഇതിൻ്റെ അടുത്ത് ജീവിക്കുന്നവരെ സമ്മതിക്കണം. ഡൽഹി ടൗണിലെത്തി. ഇനി നമ്മൾ നേരെ ഇപ്പം ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ആ സൈഡിലാണ്. അവിടെയാണ് സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉള്ളത്. അന്നേരം അവിടത്തേക്ക് 14 കിലോമീറ്ററാണ് ഉള്ളത്. അന്നേരം അതിൻ്റെ അടുത്തേക്ക് വിടാം, കാരണം ഇന്ന് ഫുള്ള് ഫ്രീ ആണ് നമ്മൾ. ഇതെന്നാ സംഭവം? ഓ, പ്രാവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ട്. എത്ര പ്രാവ്! ഓ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയാൾ ഫുഡ് വെക്കുന്ന, അയാള് പ്രാവിന് കൊടുക്കേണ്ട ഇത് വെക്കുന്നതാണ്. അയാൾ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടും കേട്ടോ, ബാക്കി നാളത്തേക്കായിരിക്കും. ഓ, ഇത്ര മാറുന്നു നോക്ക്. ഫുട്പാത്ത് ഏതെടുത്താലും 10. ഇതല്ലേ മറ്റേ ഇത് റെഡ് ഫോർട്ടല്ലേ ഇത്? അതിൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ ഭാഗത്താ. ഞാൻ റെഡ് ഫോർട്ടിലും കഴിഞ്ഞ പ്രാവശ്യം വന്നേരം പോയിട്ടില്ല.
അന്നേരം കഴിഞ്ഞ പ്രാവശ്യം കാറായതുകൊണ്ട് ഇത് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഏടിയും. അതാ വലിയ പ്രശ്നം വന്നത്. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും പോകണം. ബൈക്കായതുകൊണ്ട് പ്രശ്നമില്ല. അതിന് പറ്റി ഓൻ്റെ സ്കൂട്ടർ ഓട്ടോറിക്ഷക്ക് കൊളത്തിയാ. അതൊന്നും പ്രശ്നമില്ല. വീട് അടി ഇതാ അടിയായിട്ടൊന്നും കാര്യമില്ല. വേക്കൊന്നും കുത്തുന്ന വെറുതെ അടിയാക്കിരുന്ന കാര്യം. നമ്മളതിനൊന്നും കൊണ്ട് കുത്തിയാക്കല്ല. എവിടെയാ കുത്തിക്ക നിങ്ങള്? ഇതെവിടെയാടാ നമ്മൾ എത്തിപ്പോയത്? ഇത് ഫ്രണ്ടാടാ അതിൻ്റെ. വെറുതെ അല്ല തിരക്ക്. വിളിക്ക ആളെ കയറ്റി. കോയമ്പത്തൂർന്ന് അറിയ. അല്ലോ നമുക്ക് വയ്യ വരാട്ടാ. എന്തായാലും ഇപ്പോൾ നമ്മളേതായാലും ബൈക്ക് ഇവിടെ ഒന്നും ബൈക്കൊന്നും വെച്ചോടാ. ബൈക്ക് വെച്ചാൽ 10,000 റുപ്യ ഫൈൻ അവിടെ എഴുതി വെച്ചിട്ടാ. ഓ ഇതാ ജുമാ മസ്ജിദ്. ജുമാ മസ്ജിദിൻ്റെ ഗേറ്റ് നമ്പർ 3 ആയത്. ഹോട്ടൽ റഹ്മാൻ ഇവിടെ ചോദിച്ചോക്കെ. അതെ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ച് ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ എന്തോ ഫ്രീ ഫുഡ് ഉണ്ട്. നടക്ക് അങ്ങോട്ട് നടക്ക്. ഇങ്ങനെ നടക്ക്. അല്ലോ ഇവിടുന്ന് കഴിക്കാൻ കഴിയില്ല. ബാബാ ഇതിലോട്ട് അങ്ങനെ പോവാ. കടലക്കറിയെ പൊട്ട് വണ്ടീൻ്റെ അപ്പുറത്തെ സൈഡിൽ നടന്ന് ഒരു ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ കയറാൻ തോന്നല്ലേ? വേസ്റ്റിട്ട് കണ്ണാണില്ല. വാ ഇവിടെ കയറാം. ഇവിടെ നല്ല നോക്കാം. എന്തൊക്കെ ഉണ്ടാവും. വാ ഇവിടെ കയറാം. ഹായ് ക്യാ കാനേക്കാ. ഓക്കെ ആവും. നമുക്ക് സമയം 4:30 ചോറ് ഇതെന്തെന്ന് പറഞ്ഞാൽ സബ്ജിയാണ്. 4:30 നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ സബ്ജി മതി എന്ന് പറഞ്ഞിട്ട്, പച്ചക്കറി മതി എന്ന് പറഞ്ഞിട്ട് എന്തോ കൊണ്ടു തന്നിട്ടുണ്ട്. ഫുള്ള് ചപ്പാണ്. എന്നാണ് ഇത് ചീരിയാണ്. സോയാബീനുണ്ടോ? പച്ചക്കറിയല്ലേ എല്ലാം. ഉള്ളിയെല്ലാം പച്ചക്കറിയാണ്. കഴിച്ചോ. അപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. അതിന് നേരാ ആ ജുമാ മസ്ജിദിൻ്റെ ആ ഗേറ്റിനേലൂടെ പോയി നോക്കാം. എടാ ഈടിയാണ് സ്പെഷ്യൽ ഫുഡ്. കവാബ്, പൊടിവാർന്ന കവാബാ. ഇതൊന്ന് ടയറാടിയാ. എല്ലാം പഴയതാ. ആടിന് വെക്കുന്നുണ്ട്. ലൈവായിട്ട് അർത്ഥം കൊടുക്കലായിരിക്കും. അല്ലോ ഭയങ്കര തിരക്കല്ല. ഓ അതിൻ്റെ പേഴ്സിൻ്റെ അടുത്താണല്ലോ. ശ്രദ്ധിക്കണേ, അതിൻ്റെ പേപ്പറിലുണ്ട്. ഓണാ ഇതെല്ലാം ഉണ്ട്. ഇതാ കഴിച്ച് ഇതെന്നാ എല്ലാവരും ഇടുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. മതി. എടാ ആ കുറ്റീൻ്റെ മുകളിലെ ആൾക്കാരല്ലാതാ. ആടെ ചിലപ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. വാ കയറാൻ പറ്റുമെങ്കിൽ കയറാ. വാ എന്നാണ് ഇവിടെ ഏകദേശം ഷൂ
ഷൂസ് ഇട വെക്കണോ, ചെരുപ്പ് ഇട വെക്കണോ? അതിന് പൈസ കൊടുക്കണം. അവിടെ ചെരുപ്പ് ഇടും. വാ, നമ്മളെ ചെരുപ്പ് കൊണ്ടുപോയാലും പ്രശ്നമില്ല. ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കാന്ന്. ചെരുപ്പ് ഇവിടെ വെക്കണേ. നമ്മുടെ രണ്ടാളും ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഏതായാലും അതിൻ്റെ മുകളിൽ ആരെല്ലാം ഉണ്ട്. നമുക്കൊന്ന് കിട്ടാൻ വെച്ചാൽ നോക്കാം. ഇതാണ് ജുമാ മസ്ജിദിൻ്റെ ഉള്ളെല്ലാം നമ്മളെ എന്താണെന്ന് പറയുക, ചെങ്കോട്ട, പിന്നെ കുറേ പഴയ പുരാതനമായ സ്ഥലങ്ങളില്ലേ, അതിൻ്റെ എല്ലാം ഉള്ള പോലെ തന്നെ നിസ്കരിക്കുന്ന ഏരിയ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. ഈ മാർബിളിന് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുള്ള മാർബിൾ. ആൾക്കാർ നോക്കിയേ, ഭയങ്കര ആൾക്കാരാണ്. അവിടെ നടുക്കൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അടുത്താണ് ആൾക്കാർ കൂടുതൽ അവിടെ കുളിക്കുന്നത്. അല്ല, കുളിക്കലല്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 70 റുപ്യ, രണ്ടാൾക്ക് 140 റുപ്യ. എലൂട്ടെ കയറാൻ പറഞ്ഞേ? ഒന്നിലൂട്ടെ ഒന്നാമത്തെ കയറ്റാമ്പലൂടെ കയറണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സംഭവമാണ്. അന്നേരം അത് നമ്മൾ മുതലാക്കണം. 70 റുപ്യല്ലേ ഉള്ളൂ. ആടാ ഓനിക്ക് ഇന്ത്യക്കാരനാന്ന് പറഞ്ഞാൽ മതി. ഓൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് 200 റുപ്യ കേട്ടാ. ആ എയിലൂട്ടിയാന്ന് പോണ്ടേ. ടിക്കറ്റ് ബാ, ടിക്കറ്റ് കയറി തന്നു. അല്ല, ഇരുട്ടത്തിട്ട കയറണം. കയറിക്കോ, മുന്നിൽ കയറിക്കോ, കുറച്ച് കയറേണ്ടി വരും. ഓ, ഇടിയത്തേട്ടാ. നമ്മളെ റൂം ഏതാ? ഈടിയല്ല റൂം. എൻ്റെ അമ്പോ തിരക്ക് നോക്കി അവിടുത്തെ ടൗണിൻ്റെ ആ സൈഡാ നമ്മളെ റൂം. വാ, അതും അറിയില്ല. വാ, വീട് ഇത്രയൊക്കെ ക്രൗഡാന്ന്. ആ ഓ, നീ അടുത്ത നിന്നോ. അവസാനം ടോപ്പിലെത്തിയട്ടാ. നല്ല കാറ്റുണ്ട് ഇവിടെ. ഫുള്ള് മാർബിളാന്ന് കേട്ടാ, നമ്മുടെ രാജസ്ഥാൻ മാർബിള്. ഓ, സിറ്റി മൊത്തം കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. നമ്മൾ റൂമെടുത്ത ഹോട്ടൽ ഇതാണ്. അല്ല, കാത്തിരിക്കുന്നില്ല. ഇത് ഈ ഹോട്ടലാണ് റൂം എടുത്തിന്. ആ ഹോട്ടലിൻ്റെ ഇതാക്കിയ ടാങ്കിൻ്റെ മുകളിൽ നോക്കിയ ഫുള്ള് കുരങ്ങന്മാറാ. ഫുള്ള് കുരങ്ങന്മാറാണ്. ടാങ്കൊന്നും തുറന്നു വെച്ചിനടാ. ടാങ്കിന്ന് വെള്ളമെല്ലാം കുടിക്കുന്ന. കുടിക്കുന്നതിന് പ്രശ്നമില്ല. നീ 5 ദിവസം കുളിക്കാത്തല്ലേ? ഇതേ അപ്പോൾ നമ്മളിരുന്ന് ഇറങ്ങിയെന്ന്. നമ്മളാണ് ലാസ്റ്റ്. ഇനി ആരും ഇങ്ങോട്ട് മുകളിലോട്ടില്ല. ക്ലോസ് ചെയ്ത് എന്ത് സെറ്റപ്പിൽ ഉണ്ടാക്കിന്. അപ്പം നോക്കിയാൽ ആകാശത്തിൽ മൊത്തം നോക്കിയാൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് സൂമായി കൊടുക്കുക. ഇതാ കറുത്ത സാധനം കണ്ട പൊന്തിയിട്ട് കിടക്കുന്ന ഫുള്ള്. ഇത് പട്ടാന്ന് കേട്ടോ, പട്ടം ഫുൾ പട്ടം പറത്തലാണ്. ഓരോരോ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും അവർ ഒരു മത്സരം പോലെയാണ്, ഒരു വെട്ടലാണ്. വെട്ടൽ ഇത് ഞാൻ പഞ്ചാബിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ.
പിന്നെ ഈ പ്രാവശ്യം പഞ്ചാബിൽ അങ്ങനെ കണ്ടിട്ടില്ല. അത് പട്ടം പറത്തിയിട്ട് അവർ വെട്ടുകയും ചെയ്യാം പട്ടത്തിന്. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ഒരു വലിയ സംഭവമാണ്. ഇത് ദില്ലി ജുമാ മസ്ജിദ് ഷാജഹാൻ ചക്രവർത്തിയാണ് കേട്ടോ നിർമ്മിച്ചത്. 25,000 ആൾക്കാർക്ക് കൊള്ളുന്നതാണ്. അതെ, നിസ്കരിക്കാൻ. 25,000 ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നേരെ താല് ചാന്ദിനി ചൗക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, ഭയങ്കര തിരക്കാണ്. നമുക്കേതായാലും അതിൻ്റെ വീഡിയോ എടുക്കാം. ഇതിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതിൻ്റെ വേറെ വീഡിയോ ആക്കാം, കാരണം അത് കുറച്ച് തിരക്കുള്ള ഒരു സംഭവമാണ്. എന്നാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.